ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് മലയാളം പത്രവും മലയാളം ചാനലുകളും ഒക്കെ ഉണർന്നത് ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുമായിട്ടുള്ള വാർത്തയുമായിട്ടായിരുന്നു. മിക്കവാറും എല്ലാ പത്രങ്ങളിലും ന്യൂസ് ചാനലിലും ഒക്കെ ഈ വാർത്ത മെയിനായിട്ട് ഇന്ന് രാവിലെ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന ഒരു വാർത്തയാണ് ഇതിൻ്റെ അടിസ്ഥാനം. കുവൈറ്റിലെ ഗൾഫ് ബാങ്കിൽ നിന്നും ഏകദേശം 1425 പേർ ബാങ്ക് ലോൺ എടുത്ത് അവിടെ നിന്നും മുങ്ങി കേരളത്തിലേക്കും കുറേ ആൾക്കാർ UK-യിലേക്കും US-ലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ കടന്നു കളഞ്ഞതായിട്ടാണ് വാർത്ത വന്നിരുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. കുവൈറ്റിൽ താമസിക്കുന്ന എനിക്ക് ഈ 10-25 വർഷത്തിനിടയ്ക്ക് കണ്ടുവന്ന ഒരു സ്ഥിരമായ ഒരു കാര്യമാണ് ബാങ്ക് ലോൺ എടുക്കുക, നാട്ടിലേക്ക് മുങ്ങുക എന്നത്. എന്നാൽ ഇത്രയും വലിയ തുക എടുത്ത് നാട്ടിലേക്ക് മുങ്ങിക്കളയുന്ന വാർത്ത ഒരു ഇഷ്യൂ ആയിട്ട് പൊങ്ങി വരുന്നത് ഇതാദ്യമായിട്ടാണെന്ന് മാത്രം. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന 1225 പേർ ഏകദേശം 700 കോടിയോളം രൂപ ഗൾഫ് ബാങ്ക് എന്ന ഒരേ ഒരു ബാങ്കിൽ നിന്ന് മാത്രമായിട്ട് കൊണ്ടുപോയി എന്നാണ്. ഞാൻ ഉൾപ്പെടെയുള്ള പ്രവാസികൾ ഓൾറെഡി ഇവിടെയുള്ള മറ്റുള്ള ബാങ്കുകളിൽ നിന്നും ഒക്കെ ലോൺ എടുത്തിട്ടുണ്ടെന്നുള്ളത് വേറൊരു കാര്യമാണ്. ഗൾഫ് ബാങ്ക് ഇപ്പോൾ അടുത്ത കാലത്താണ് ഇത്രയും സുതാര്യമായ രീതിയിൽ ലോൺ കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഏകദേശം 300 കോടി ശമ്പളം ഉണ്ടെങ്കിൽ ഇവിടെ നിന്നും സാലറി സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ലോൺ കിട്ടാവുന്ന കാര്യമേ ഉള്ളൂ. ഏകദേശം 10,000 ദിനാർ വരെ 30 ലക്ഷം രൂപയുടെ അടുത്ത് ഈസി ആയിട്ട് തന്നെ ബാങ്ക് ലോൺ അനുവദിക്കാവുന്ന കാര്യമാണ് 300 കോടി ശമ്പളമുള്ള ഒരു വ്യക്തിക്ക്. അപ്പോൾ പിന്നെ ഇതിൽ പറയുന്ന അത്ര വലിയ തുകയൊന്നും കൊണ്ടുപോകാൻ വലിയ വിഷമമുള്ള കാര്യമൊന്നുമല്ല. കഴിഞ്ഞ ദിവസം വന്ന ന്യൂസുകളിൽ സാജൻ സക്രിയയുടെ ന്യൂസിലൊക്കെ പറയുന്നത് 2 കോടി രൂപയോളം ഇവിടെ നിന്നും കടമെടുത്ത് മുങ്ങി എന്നിട്ടതാണ്. 1000 കോടി ശമ്പളം വരെ മേടിക്കുന്ന ധാരാളം നഴ്സുമാർ ഇന്ന് കുവൈറ്റിലുണ്ട്. ബാങ്ക് പുറകെ നടക്കുകയാണ് ഇവരെ കൊണ്ട് ലോൺ എടുപ്പിക്കുക. ഈസി ആയിട്ട് ബാങ്ക് ലോൺ കിട്ടാൻ ഇവർക്കൊന്നും പാടുമില്ല. അതുകൊണ്ട് 2 കോടി രൂപ ലോൺ എടുത്തു എന്നുള്ളത് വലിയ കാര്യമൊന്നുമല്ല. പിന്നെ ഈ വിഷയം ഇത്രയും വലിയ പ്രശ്നമായി മാറിയത് ഇപ്പോൾ സ്ഥിരമായി കുവൈറ്റിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ലോൺ എടുക്കുക, മറ്റുള്ള രാജ്യങ്ങളിലേക്ക് സ്ഥലം മാറിപ്പോവുക, പിന്നീട് ഇതൊന്നും പൊക്കുകയില്ല എന്ന വിചാരത്തിലായിരിക്കാം ഇവരൊക്കെ ലോൺ എടുത്ത് മുങ്ങിയിരിക്കുന്നത്. എന്തൊക്കെയായാലും ഈ ന്യൂസ് കണ്ടപ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് പറയണമെന്ന് തോന്നിയ ഒരു കാര്യമാണ്. ഇവിടെ നാട്ടിലേക്കോട്ട് ലോണ് കിട്ടാനായിട്ട് വലിയ ഇഷ്യൂ ഒന്നുമില്ല. ഇനിയും ഈ ഒരു വിഷയം നടന്ന കാരണം ലോണ് കിട്ടുവാൻ ബുദ്ധിമുട്ടുണ്ടാകുമായിരിക്കും. ഇതുവരെ ഒരു സാലറി സർട്ടിഫിക്കറ്റും ജോലി ചെയ്യുന്ന കമ്പനിയുടെ ആസ്തിയും ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈസിയായി തന്നെ ഇവിടെ ലോൺ കിട്ടുന്നതാണ്. പിന്നെ ഈ വൻതോതിലുള്ള ബാങ്ക് ലോണിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഇതിന് ധാരാളം ഏജന്റുമാരുണ്ടെന്നുള്ളതും ഒരു സത്യം തന്നെയാണ്. 300 കോടി സാലറിയും അതിനുള്ള സാലറി സർട്ടിഫിക്കറ്റും കൊടുത്തു കഴിഞ്ഞാൽ, കമ്മീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈസിയായി തന്നെ ലോൺ തരപ്പെടുത്തി എടുക്കുവാൻ പറ്റിയ ആൾക്കാരും ഇവിടെ ധാരാളമായിട്ട് കിട്ടുന്നുണ്ട്. മിക്കവാറും ആ ഒരു ബേസിൽ തന്നെയാണ് ഇത്രയധികം ലോണുകൾ ഇവിടെ നിന്നും പോയിരിക്കുന്നത്. അപ്പോൾ ഇത് ഏതായാലും നാട്ടിലെയും കുവൈറ്റിലെയും ഒക്കെ ജനങ്ങളുടെ ഇടയിൽ മലയാളികൾക്കുള്ള പേര് നാശമാകാനുള്ള ഒരു കാരണമായി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നിലവിൽ കിട്ടിയിരിക്കുന്ന വാർത്ത അനുസരിച്ച് 10 പേർക്കെതിരെ കേരള പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനിയും പുറകാലെ മറ്റുള്ള ബാങ്കുകളിൽ നിന്നും എത്രയധികം കേസുകൾ വരാനിരിക്കുന്നുണ്ടെന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയാവുന്നതാണ്. ഇതിൽ ലോൺ എടുത്തവർ വളരെ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നവരാണ് എന്നുള്ളതാണ് വലിയൊരു കോമഡി. കാരണം ഇവിടെ നിന്ന് സാധാരണക്കാരായ ആളുകൾക്ക് മാക്സിമം ലോൺ കിട്ടുന്നത് 10 ലക്ഷമോ അതിന് താഴെയോ ഒക്കെയാണ്. ഇവിടെ മിനിസ്ട്രിയിൽ ജോലിയുള്ള നഴ്സുമാർക്കാണ് വളരെ കൂടുതൽ ലോൺ പൈസ കിട്ടുന്നത്. ഇപ്പോഴത്തെ വാർത്ത അനുസരിച്ചിട്ട് എടുത്തിരിക്കുന്നതിൽ 700 പേരോളം മിനിസ്ട്രിയുടെ കീഴിൽ ജോലിയുള്ള നഴ്സുമാരാണ് എന്നുള്ളതാണ് സത്യം. അപ്പോൾ പൊതുവെ മലയാളികളുടെ പേരിൽ നല്ലൊരു സീല് കൂടി ഇതോടുകൂടി കുവൈറ്റിലുള്ള മറ്റുള്ള രാജ്യക്കാർക്ക് ചാർത്തുവാൻ കിട്ടിയ ഒരു അവസരം കൂടിയാണ് ഈ ബാങ്ക് ലോൺ കേസ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറകാലെയുള്ള വീഡിയോകളിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.